എന്റെ രാജകൊട്ടാരത്തിനു മതിലുകളില്ല, എന്റെ നാട്ടിൽ എനിക്കു മേലെ രാജാക്കളില്ല. മനസാണൻ കൊട്ടാരത്തിലെ പൊന്നു തമ്പുരാൻ, കാലമെന്റെ മാളികയിൽ കാവൽക്കാരൻ. എന്റെ മോഹപൂന്തോട്ടത്തിനു വേലികളില്ല, എന്റെ മുന്നിൽ വരയിടുവാൻ ഒരുവരുമില്ല. നുണകേട്ടു ഭയന്നോടാൻ ഇടവഴിയില്ല, എന്നും അവൾക്കായി കരയുവാൻ കണ്ണുനീരില്ല. പൊയ്മുഖത്തിൻ മുഖം മറയ്ക്കും ഉന്നവന്മാരെ, പുഞ്ചിരിയിൽ വിഷം കലർത്തും നായകന്മാരെ. കടിക്കാതെ കുരയ്ക്കുന്ന നാടൻ നായ്ക്കൾ, നിങ്ങൾ നിറയാതെ തുളുമ്പുന്ന മൺകുടങ്ങൾ. നിറയാതെ തുളുമ്പുന്ന മൺകുടങ്ങൾ. എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല. ഒരു കാലത്ത് നാടക മേഖലയിൽ ശോഭിച്ചു നിന്നിരുന്ന സോമവതി അമ്മയാണ് ഇന്ന് സാക്ഷിയോടൊപ്പമുള്ളത്. നിരവധി കലാസമിതികളിൽ പ്രവർത്തിച്ചിട്ടുള്ള സോമവതി അമ്മ അവരുടെ നാടക ജീവിതം പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. ചേച്ചി, ഒരു കാലഘട്ടത്തിൽ നാടകരംഗത്ത് വളരെയധികം ശോഭിച്ചു നിന്ന ചേച്ചി, ആ കാലഘട്ടത്തിലെ കലാജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? പറയാം. നമ്മൾ ദുഃഖിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു പത്രത്തിൽ കണ്ട പരസ്യത്തിൽ എഴുതി അയച്ച്, അങ്ങനെ സിനിമയ്ക്കെന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അവിടെ ചെന്നപ്പം നാടകത്തിന് വിളിച്ച് നാടകത്തിൽ ചേർന്ന്. എനിക്ക് അറിഞ്ഞൂടായിരുന്നൊന്നും. പിന്നെ അങ്ങനെ അങ്ങ് നിന്ന് എങ്ങനെയെങ്കിലും 2 വർഷം നിന്ന് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം വേറൊരു സമിതിക്കാർ വന്ന് വിളിച്ച് അവരെ കൂടെയും പോയി. അവിടെയും കുറച്ച് നാൾ നിന്നപ്പം ഒരു പൈസയും തരുന്നില്ല. അങ്ങനെ അവിടുന്ന് മാറി. അങ്ങനെ ഇരുന്നപ്പം ജഗതിയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച് അതിന് പോയി അഭിനയിച്ച് അതിൽ നിന്ന് എനിക്കിത്തിരി പൈസ കിട്ടി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്കിലും ഞാൻ പിടിച്ച് നിന്നപ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് വിസ വന്ന് ഞാൻ പോകുന്നത്. പോവാതിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആലപ്പുഴ തന്നെ നിന്ന് രക്ഷപ്പെട്ടേനെ. ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ പോയി 7 ദിവസം നിന്ന്. പിന്നെ അവിടുന്ന് കൊച്ചി പോയി നാടകക്കാരുടെ അവിടെയും നിന്ന്. അവിടുന്ന് ഒന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഗൾഫിൽ പോകാമെന്നും പറഞ്ഞ് തീരുമാനിച്ച് അതിനിടയ്ക്ക് ഇവിടെ വന്ന് അവധിയുള്ള ദിവസങ്ങളിൽ നാടകം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അമ്പലങ്ങളിൽ വായിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൾഫിൽ പോയത്. അവിടെ പോയത് കൊണ്ട് നമുക്ക് ഈ മണ്ണ് മേടിക്കാനും പറ്റി. ഒരു മാടം ഒക്കെ ഒപ്പിച്ച് മോളെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ. ഇപ്പം അവസാനമായപ്പം നമുക്ക് വയ്യാതായപ്പം ഒരു നിവൃത്തിയില്ല, ആരുമില്ല സഹായിക്കാൻ. നല്ലവരായ കുറേ നാട്ടുകാരെ പൈസയില്ല ഇന്ന് എൻ്റെ ജീവൻ നിലനിൽക്കുന്നത്. ചേച്ചി നാടകരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണല്ലോ പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. അവിടുത്തെ ജീവിതവും അന്നത്തെ സാഹചര്യങ്ങളും അതിനെക്കുറിച്ചൊന്ന് പറയാം. ഗൾഫിലെ? അതെ. അവിടെ ഇതുപോലെ നമ്മൾ അറിഞ്ഞില്ല, നല്ല വിസയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയല്ല, എനിക്ക് വിസ അയച്ചെന്ന് ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോയി. അവിടെ ചെന്നപ്പം കഷ്ടതയായിരുന്നു. എനിക്കൊന്നും അറിയാൻ വയ്യാത്ത ജോലി എനിക്ക് തന്ന്. കുറേ പശുക്കളെ കറക്കാനും അതിന് തീറ്റി കൊടുക്കാനും. ഗൾഫിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു പോലും കൂടാ. നല്ല ജോലിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ അറബിച്ച് കളയുന്ന ഒരു മേടിച്ചെടുത്തിട്ട് എനിക്ക് വിസ അയച്ചു തന്നു. ഞാൻ ടിക്കറ്റ് ഇവിടുന്ന് കടം മറിച്ച് എടുത്തു പോയി. ഒരുപാട് കഷ്ടപ്പെട്ടിയായി. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും ഞാൻ പോയതല്ലെന്ന് പറഞ്ഞ് പിടിച്ച് നിന്ന് ജോലിയെല്ലാം ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോൾ 1 വർഷമായപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് അങ്ങ് മരിച്ച്. ഞാൻ അറിഞ്ഞില്ല, എന്നെ അറിയിച്ചില്ലാരും. അറിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്ന് അമ്മയെ കാണാനൊത്തില്ലെങ്കിലും വെറുതെ വന്ന് മണ്ണ് കണ്ടിട്ട് പോയി. അവിടെ വീണ്ടും ഞാൻ ആ വീട്ടിൽ തന്നെ പോയി. ഒക്കത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. 5 വർഷം എങ്ങനെയെങ്കിലും ഞാൻ അവിടെ പിടിച്ച് നിന്ന് 2 പ്രാവശ്യമായിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇനി വന്നിട്ട് വേറെ വിസ എടുത്ത് വേറെ പോയി. അങ്ങനെ ഞാൻ പോയി ഒരു 10-27 വർഷം നിന്ന് ഈ മണ്ണും മേടിച്ച് മക്കളെ ആരെയും നോക്കി ഇങ്ങനെ ജീവിച്ച് ഇപ്പം
എനിക്ക് അവസാനമായിട്ട് ഞാൻ പോയിട്ട് വരുമ്പോഴും എനിക്ക് ഒരു വീട്ടിൽ നിന്നനൊക്കെ എനിക്ക് ചെന്നനൊക്കെ 5 ദിവസമേ ഞാൻ നിന്നുള്ളൂ. എനിക്ക് പൈസയും സാധനങ്ങളെല്ലാം മേടിച്ച് തന്നെ എന്നെ വിട്ട്, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇനി നാട്ടിൽ വിട്ട്. ഇനി എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ല. എല്ലാ ജോലിയും എനിക്കറിയാം, എല്ലാ ജോലിയും എനിക്കറിയാം. ഞാൻ പഠിച്ച്, ഞാൻ ഇംഗ്ലീഷ് മാസിക വായിച്ച് സർവ്വ ആഹാരവും കുക്ക് ചെയ്യാൻ പഠിച്ച്. അങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നിനും അറിഞ്ഞുകൂടാ. എന്നെ ഒരാൾ പിടിച്ചോണ്ട് പോയെങ്കിലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ കണ്ണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് പൈസ വേണ്ടേ? കണ്ണ് 2ലും തിമിരമെന്ന് പറയുന്നു, പിന്നെ പൈസ ഇല്ല, നിവർത്തിയില്ല. ബ്ലഡ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം 3 വർഷം കൊണ്ട് ബ്ലഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് കഴിഞ്ഞ മാസം ബ്ലഡ് ഇട്ടിട്ടില്ല. അതുവരെയും ബ്ലഡ് ഇങ്ങനെ മേടിച്ചിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് എൻ്റെ ജീവിതം. പിന്നെ എൻ്റെ ആങ്ങളമാരെ പേരൂടെ ഞാൻ പറയാം. അവന് ഇത് ചാനലിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കണം. രാമാനന്ദനും രാജേന്ദ്രനും, ഈ 2 ആങ്ങളമാർ എൻ്റെ അമ്മ പ്രസവിച്ചതാ. ഒന്ന് എൻ്റെ മൂത്തതും, രാമാനന്ദൻ എൻ്റെ മൂത്തതും, രാജേന്ദ്രൻ എൻ്റെ ഇളയതും. ഞാൻ ഒരു സഹോദരി. അമ്മമാരാരും ഈ ഇത് ഇങ്ങനെ പോകുന്നത്. എൻ്റെ വീടും കഴിഞ്ഞാൽ അവർ പോകുന്നത്. ഇതാ റോഡ്, തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനൊന്നും അല്ല. ഞാൻ നാട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാ. അപ്പം ഈ അവസ്ഥയായി എനിക്ക്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരെ കണ്ടു കിട്ടാനും അവർ നിങ്ങളെവിടെ കൊണ്ടുവരാനും അതെൻ്റെ വിധി. ഞാൻ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതചരിത്രം മൊത്തം എല്ലാവരുടെയും പറയണമെന്ന്. എനിക്കൊരു നിവർത്തിയില്ലാതെ ഞാനിവിടെ ഇരിക്കുക. എപ്പോഴും ഞാൻ കരഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ 4 ഈറ്റാകെ ആൾക്കാരായിരുന്നു കൂട്ടുകാർ. കാപ്പി കുടിക്കാനും ചിരിക്കാനും എല്ലാത്തിനും. എനിക്ക് വയ്യാതായ എന്ന് അന്നോട്ട് പിന്നെ ഒരൊറ്റ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടുമില്ല. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കൂടി ഇരുന്ന് കരയുക. എനിക്ക് വേറൊരു മാർഗമില്ല. ഇനി എൻ്റെ എല്ലാം പോയി. ചേച്ചിയുടെ കുടുംബ ജീവിതത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പറയാം. എനിക്ക് 2 പെൺമക്കൾ. ഭർത്താവില്ല. ഭർത്താവ് എൻ്റെ 23 വയസ്സിലെ നമ്മളെയും കളഞ്ഞിട്ട് പോയി. പിന്നെ അയാൾ മരിക്കുമായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 2 പെൺമക്കളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച്. മൂത്തോൾ എന്നെ നോക്കത്തുമില്ല, എന്നെ നോക്കിയിട്ടുമില്ല, വരത്തുമില്ല, ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം കൊണ്ടുപോയി. എന്നെ കാണാൻ വന്നിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഈ ഇളയ കൊച്ചായിപ്പം എന്നെ നോക്കുന്നേ, എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു, നോക്കുന്നു. എന്നാലും എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പറയാൻ വയ്യ ഒക്കാത്തതുമുണ്ട്. അതെനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ച്, വേറെ ആരെയും കണ്ടെടുക്കാതെയും എൻ്റെ മക്കളെ നല്ലതുപോലെ വളർത്തണമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച്, മക്കൾക്ക് വേണ്ടി ജീവിച്ച്. അതിലൊക്കെ എനിക്ക് ഒരുപാട് മാനസിക അസ്വസ്ഥതയുണ്ട്. ഇന്നും ഞാൻ കരയാത്ത ദിവസമില്ല. ഞാൻ ഡയാലിസിസിൽ 4 മണിക്കൂർ IC കിടക്കുന്ന ഞാൻ എല്ലാം ഓർത്ത് കരയുക ചെയ്യുന്നത്. എന്നും ഞാൻ ഉറങ്ങത്തില്ല. അത്രയും വിഷമം എനിക്ക് മനസ്സിലുണ്ട്. ഒരുപാട് വേദന അനുഭവിച്ച് ഞാൻ, ഒരുപാട്. എനിക്ക് ആശ്രയവും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആരുമില്ല എനിക്ക്. എൻ്റെ 2 ആങ്ങളമാർ, എൻ്റെ അമ്മ പെറ്റ 2 പേര്, മൂത്തതൊന്ന് ഇളയതൊന്ന്. ഞാൻ നാടകത്തിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഒരു വീട് വെച്ച്, ആ വീട് എൻ്റെ നിന്ന് പിടിച്ചു പറിച്ച് എന്നെ റോഡിൽ അടിച്ചിറക്കി. മൂത്ത ആങ്ങളെന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്നത്. അവനൊന്നും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്തെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഈ നാട്ടുകാർ അത്രയും ഇവിടെ വന്നിട്ട് എന്നെ ഈ 2 പേരും ഇവിടെ വന്നിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ആരെ കൊണ്ടും എനിക്കൊരു നല്ല വാക്കിന് പോലും ഉപകാരമില്ല. ഞാൻ എല്ലാവർക്കും സഹായിച്ചു, എല്ലാവർക്കും. എന്നെ നോക്കിയല്ല ഞാൻ ജീവിച്ചത്. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട കണക്കായി. പിന്നെ പൈസ എവിടെ നിന്നെങ്കിലും കിട്ടും, ഈ കൊച്ചു തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇന്നെനിക്ക് ഒട്ടും വയ്യായിരുന്നു. പോകാനായിട്ടിരുന്ന പെങ്ങൾ വരുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇന്ന് പോവാഞ്ഞ്. അങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖത്തിൻ്റെ നടുവിലാണ് ഞാൻ. ഇതുപോലൊരു ദുഃഖമുള്ളവർ ഉണ്ടായിട്ടില്ല. എന്നാ ചോദിക്കും ഒരു വീടുണ്ട്, വേറൊന്നുമില്ല, കിടക്കാനൊരു വീട്. ഇന്ന് സംഗീത നാടക അക്കാദമിയും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരും ഇതുപോലെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന
പദ്ധതികൾ നിരവധിയുണ്ട്. അത്തരത്തിലുള്ള സഹായങ്ങളൊന്നും ചേച്ചിക്ക് ലഭിച്ചിട്ടില്ലേ? ഇല്ല ഇല്ല, ആരും ഒന്നും തന്നില്ല. കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ, പക്ഷെ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ആലപ്പുഴ തീപ്പന്തണ്ടയിലി എന്ന പത്ര ഓഫീസിലെ അവരെ കൂടെ ആയിരുന്നു നാടകം. അശ്വരഥം എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ട് അവിടുന്ന് അവർ വല്ലതും ചില്ലറ തരും. അങ്ങനെയൊന്നും പൈസ അന്ന് കിട്ടൂല. അതും കൊണ്ട് ഞാൻ ഇങ്ങ് വരും. വീണ്ടും നാടകം ഉണ്ടെന്ന് അവർ അറിയിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും. അതുവരെ ഇവിടെ എന്തെങ്കിലും പണിക്ക് പോവും. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചത്. ഇപ്പം ഇനി നമ്മളെ കൊണ്ടൊന്നിനും പറ്റൂല. ഒരു പൈസയ്ക്ക് ഇപ്പം നിവർത്തിയില്ല. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. അതിന് പൈസ കൊടുക്കാതെ കാർഡിൽ ചെയ്യുന്നെങ്കിലും നമുക്ക് പൈസ ഒരുപാട് ചിലവുണ്ട്, മരുന്ന് മേടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. വേറൊരു നിവർത്തിയില്ല. ഇത്രയും ഈ കാണുന്നത് ഇത്രയുണ്ട്. ഈ വീടും ഇത്തിരി ലോണും ഉണ്ട്, അല്ല വേറൊരു വഴിയില്ല. എനിക്ക് ശരീരസുഖം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. ഞാൻ KFC-യിലെ കുക്കായിരുന്നു. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണുമില്ല, എല്ലാം പോയി. അങ്ങനെയുള്ള വിഷമത്തിൽ ഇരിക്കുക. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഇതിലൊന്ന് പോവാമെന്ന്. ആര് കൊണ്ടുപോകും? ആരുമില്ല, എന്നെ ഒന്ന് കൊണ്ടുപോയി. എപ്പോഴും ഞാൻ വിചാരിക്കും സാറിൻ്റെ കൂടെ എൻ്റെ കുറേ ദുഃഖങ്ങൾ പറയണമെന്ന്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കും. 1 കോടിയിൽ കേട്ടോണ്ടിരിക്കാനേ ഒക്കൂ. എനിക്കൊന്ന് പാടാൻ പോകണം, എൻ്റെ ദുഃഖങ്ങൾ പറയണം. മനസാക്ഷിയുള്ള ആരെങ്കിലും കാണൂല്ലേ നമ്മളെ സഹായിക്കാൻ? ഒരുപാട് പേരെ സഹായിച്ചവളാണ് ഞാൻ. എന്നെ നോക്കി ജീവിച്ചില്ല ഞാൻ. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് വയ്യാതായപ്പോൾ ഒറ്റ മനുഷ്യരെന്നെ അറിയില്ല. എൻ്റെ ഉപകാരം സ്വീകരിച്ചവരെല്ലാം ഇങ്ങനെ കുനിഞ്ഞു പോയി റോഡേ. അങ്ങനെയായിപ്പോൾ എൻ്റെ ജീവിതം. അങ്ങനെ ഇവരിവിടെ വന്നപ്പം ഞാൻ പറഞ്ഞ്, ഇവരമ്മയും ഞാനും അപ്പുറം ഇപ്പുറമുള്ള ബെഡിലാണ് ഡയാലിസിസ് ചെയ്ത് സംസാരിച്ച് കിടക്കുന്നേ. മരിച്ചത് ഞാൻ അറിഞ്ഞില്ല, എന്നെ അറിയിച്ചതുമില്ല. സാക്ഷി TV-യിൽ നിന്നും എന്നെ സഹായിക്കാമെന്ന നല്ലവരായ മനുഷ്യർക്ക് നന്ദിയും സന്തോഷവും എല്ലാം ഞാൻ രേഖപ്പെടുത്തുന്നു. വേറെ ആരും എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നല്ലവരായവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആയൂർ മഞ്ഞപ്പാറ മലപ്പേരൂർ സോമഭവനിൽ സോമവതി അമ്മ ഒരു കാലഘട്ടത്തിൽ നാടകങ്ങളിലൂടെ ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന ആ കലാകാരിയുടെ ജീവിതം ഇന്ന് ദുരിതപൂർണമാണ്. ആ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ ചിരിച്ച ഓരോരുത്തരും കരയുന്ന ഒരവസ്ഥയാണ്. ആ കലാകാരിയെ സംരക്ഷിക്കുവാനോ സഹായങ്ങൾ നൽകുവാനോ സർക്കാരിൻ്റേതായിട്ടുള്ള കലാസമിതികൾ, അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ അവരാരും തന്നെ ഇതുപോലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തരം കലാകാരന്മാരെയും കലാകാരികളെയും സഹായിക്കുവാൻ സന്നദ്ധ സംഘടനകളും കലാപ്രേമികളും സാമൂഹ്യ പ്രവർത്തകരും ജീവകാരുണ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും തയ്യാറായി മുന്നോട്ട് വരണം. ഇവരുടെ കൈത്താങ്ങായി, ഇവർക്കൊരു സഹായമായി, ഇവരെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായി കാണുവാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ നാടക കലാരംഗത്ത് പ്രവർത്തിച്ച ഈ കലാകാരിക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും വരും കാലങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പരമാവധി ഒരു ചാനൽ എന്നുള്ള നിലയിൽ സാക്ഷിയും അതോടൊപ്പം തന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരാൻ തയ്യാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താമരയില കൊണ്ടോ മറഞ്ഞിരുന്നാൽ പോലും പ്രേമവിരഹം കുറയ്ക്കാതെ, താമരയില കൊണ്ടോ മറഞ്ഞിരുന്നാൽ പോലും പ്രേമവിരഹം കുറയ്ക്കാതെ, ഉദയം വരും വരെ കരയും പക്ഷിയെ കരുണ നിറഞ്ഞവൻ ആരോ നീ.